സാർ 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ചരസുമായിട്ട് ഒരു ഓസ്ട്രേലിയക്കാരി എത്തുകയാണ്. ആൻഡ്രൂ സാൽവദോർ പിടിക്കപ്പെട്ടു, കേസായി. ആ പുള്ളിക്കാരൻ അടിവസ്ത്രത്തിൽ വച്ചുകൊണ്ടുവന്ന ആ മയക്കുമരുന്ന്, അത് തെളിവാണല്ലോ അടിവസ്ത്രം. ഈ അടിവസ്ത്രം കോടതിയിലെത്തിയപ്പോൾ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ പ്ലെയിൻ അടിവസ്ത്രം പൂക്കളുള്ള അടിവസ്ത്രങ്ങളായി മാറി. ജൂനിയർ വക്കീലായിരുന്നു നമ്മുടെ ആൻ്റണി രാജു. പുള്ളിക്കാരൻ ഈ അടിവസ്ത്രം അടിച്ചു മാറ്റി എന്നാണ് പുറമേ കേൾക്കുന്നത്. ഇപ്പോൾ സംഭവം ആ കേസ് പിന്നെ തുടരുകയാണ്. പിന്നെ സാൽവദോർ പൊടിയും തട്ടിപ്പോയി, പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴും ആ കേസിൽ നിന്ന് ഊരാൻ പറ്റിയിട്ടില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തരണം എന്ന് പറഞ്ഞ് കോടതികൾ മുഴുവൻ പുള്ളി കയറി ഇറങ്ങുകയാണ്. സുപ്രീം കോടതിയിലും പോയി കേസ് ക്വാഷ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ പിണറായി സർക്കാർ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയായി. നമ്മുടെ ആൻ്റണി രാജുവിനെ പിന്നീന്ന് കുത്തിയിരിക്കുകയാണ്. മാറ്റരുത്, ഇത് ഗുരുതരമായിട്ടുള്ള കേസാണ് എന്നാണ് പറയുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം. അതിൻ്റെ ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്നൊരു സംശയം. പിന്നെ ആന്റണി രാജുവിന് ശനിദശ ബാധിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയതോ പോട്ടെ, അത് കഴിഞ്ഞ് ഗണേശൻ വന്നു. ഗണേശൻ അങ്ങ് വന്നിട്ട് ഇയാൾ നടപ്പിലാക്കിയതെല്ലാം സ്ക്വാഷ് ചെയ്തു. അപ്പോൾ സാമ്പത്തികമായി ഒരു ലാഭവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ഇലക്ട്രിക് ബസ്സിൽ 10 രൂപ ചാർജാണ് സാധാരണക്കാർക്ക് സഹായകമായത്. പക്ഷെ ബാക്കിയെല്ലാം കൊടും നഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഗണേശൻ ഇങ്ങോട്ട് വന്നിട്ട് അടിമുടി മാറ്റുകയായിരുന്നു. രാജു സ്ഥലം മാറ്റിയ എല്ലാവരെയും തിരിച്ചെടുത്തു. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ബിജു പ്രഭാകർ ആ സ്ഥാനം ഒഴിഞ്ഞത്. അങ്ങനെ ഒരു വലിയ മാറ്റം ഇതിനകത്തുണ്ടായി. സുനാമിയായിരുന്നു. അത് അനുകൂലമായും പ്രതികൂലമായും വാദഗതികളുണ്ടെങ്കിലും അത് പിണറായിയുടെ പിൻബലമില്ലാതെ ഗണേശൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഗണേഷ് കുമാർ സാറ് പറഞ്ഞതുപോലെ ആന്റണി രാജുവിനെ മാറ്റി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് 1 ബോംബ് 2 ബോംബ് എന്നുള്ളൊരു രീതിയിലായിരുന്നു. ആന്റണി രാജു ഞെട്ടി വറച്ചു. സത്യം പറഞ്ഞു പുള്ളിക്കാരന് പിണറായിയോടൊന്ന് പോയി പറയാനും പറ്റാത്തൊരവസ്ഥ. പക്ഷെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി കണ്ട് പറഞ്ഞു, എനിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് ഗണേഷ് കുമാർ ഇതായിട്ട് പോയി. അപ്പൊ അതിന്റെ പുറത്താണ് കൂനിന്മേ കുരു പോലെ പിണറായി സർക്കാർ തന്നെ ഇപ്പോ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ഗുരുതരമാണെന്ന്. ഈ അഫിഡവിറ്റ് വലിയ കുഴപ്പമുണ്ടാക്കും ആന്റണി രാജുവിന്. കാരണം പണ്ട് മള്ളൂര് ഒരു വെടിയുണ്ട വിഴുങ്ങി പ്രതിയെ രക്ഷിച്ച ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെയാണ് ഈ ഷെഡ്ഡി മാറ്റിയത്. ഈ അടിവസ്ത്രം മാറ്റി ഇങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ട് പ്രതിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇങ്ങനത്തെ സീനിയർ വക്കീലായിരുന്നു കേസ് എടുത്തത്. അവസാനം ഈ തൊണ്ടി സാധനം വാങ്ങിയത് ഈ ജൂനിയർ വക്കീലായ ആന്റണി രാജു ആയിരുന്നു. അപ്പം ആന്റണി രാജുവിൻ്റെ കയ്യിൽ നിന്നാണ് ഈ അടിവസ്ത്രത്തിൻ്റെ മാറ്റം സംഭവിച്ചത് എന്ന അർത്ഥത്തിലാണ് കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പുനരന്വേഷണത്തിൽ ആന്റണി രാജു വെട്ടിലാവും. കാരണം അന്ന് ഉണ്ടായിരുന്ന ഷെഡ്ഡിയല്ല, പിന്നെ പൂക്കളുള്ള കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ഷെഡ്ഡിയാണ് പകരം വെച്ചത് എന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോഴാണ് ഈ ചരസ് കേസിന് ബലം വെച്ചത്. അപ്പോൾ ആന്റണി രാജു അതൊക്കെ നിസ്സാരമായി അന്ന് കരുതി, പോകുമെന്ന് കരുതി. പിന്നെ മന്ത്രിയായപ്പോൾ ഇതൊന്നും എടുക്കത്തില്ല എന്ന് കരുതി. പക്ഷേ ഇത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണ്ടേ? അതുപോലെ ഈ നിയമത്തിൻ്റെ മുമ്പിൽ ഈ കുറ്റം ചെയ്തവൻ എന്നെങ്കിലും വീഴും എന്നുള്ളതിൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ ആന്റണി രാജുവിന് സംഭവിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ ചട്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞൊരു കേസ് എങ്ങനെ എഴുതും പിള്ളേച്ച എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആന്റണി രാജുവിന്റെ ഒരു അന്തസ്സുള്ള കേസ്. അതെ, സ്വർണ്ണക്കടത്തിന്റെയോ സ്വർണം വിഴുങ്ങിയതിന്റെയോ. നമ്മുടെ പിണറായി സർക്കാർ തന്നെ സാറിനെ അറിയാം, അന്തസ്സുള്ള കേസാണ്. ഡോളർ കടത്തി, സ്വർണം കടത്തി. നമ്മുടെ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്മുടെ ശിവശങ്കരനെയാണ് പിടിച്ച് അകത്തിട്ടേക്കുന്നത്. അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. നമ്മുടെ സലീം കുമാർ പറയുന്ന പോലെ വയറ് കുത്തി കീറി പുറത്ത് വരുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് പോവാം. വയറിൽ നിന്ന് ബിരിയാണി പുറത്ത് വരുന്നതിന് അന്തസ്സുണ്ട്. ഈ ബേറൊക്കെ വെറും ലോയാണ്. അതുപോലെയാണ് ജട്ടിക്കേസിൽ ചട്ടിക്കാത്ത ഒരു മന്ത്രി എന്നുള്ളൊരു ഇമേജ് ആന്റണി രാജുവിനെ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു എന്ന് സാറിന് തോന്നുന്നില്ല? പിന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അയാളുടെ പൊളിറ്റിക്കൽ ഭാവിയും അപകടത്തിലാണ്. ഏതായാലും ഇതിൻ്റെ അവസാന വിധി വരുന്നതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കുമല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ ഈ വിഴുപ്പലക്ക് ഇലക്ഷൻ സംബന്ധിച്ചും ഉണ്ടാകും. ആന്റണി രാജുവിനെ സംരക്ഷിക്കുന്ന പിണറായിക്കെതിരായിട്ട് ഉള്ള ആരോപണങ്ങളുണ്ടാവും. പിന്നെ ആത്യന്തികമായി
ഈ ഇങ്ങേരാണ് വെള്ളത്തിലായിരിക്കുന്നത്, ആന്റണി രാജു. ആ ഒരു ഷെഡ്ഡി കേസിൽ പുറത്തായി എന്ന് വന്നാൽ വീട്ടുകാരുടെ മുമ്പിൽ പോലും പറഞ്ഞു നിൽക്കാനാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ആന്റണി രാജു കടന്നു പോകുന്നത്. ആന്റണി രാജുവിന് ഇപ്പം മൊത്തത്തിലൊരു കഷ്ടകാലമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗണേഷ് കുമാർ വന്ന് നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ ആന്റണി രാജുവിൻ്റെ കയ്യിൽ നിന്നും പാളിപ്പോയ കാര്യങ്ങളാണ് ഒരു സംഭവം ഏറിലുണ്ട്. കാരണം പൊതുജനങ്ങൾ ഗണേഷ് കുമാറിനെ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ നടത്തി കൈപൊള്ളിപ്പോയ ഒരു കേസ് മാത്രമേ ഉള്ളെന്ന് ഞാൻ പറയൂ ആസ് എ തിരുവനന്തപുരത്തുകാരൻ. ഈ ഇലക്ട്രിക് ബസ്സുകൾ, കാരണം ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഇറക്കിയതാണ്. നമ്മൾ ഈ ഓട്ടോക്കാരുടെ കയ്യിൽ നിന്നും ഇത്രയും റേറ്റ് കൊടുത്ത് പോകുന്നതിനെക്കാട്ടിലും 10 രൂപ കൊടുത്താൽ തിരുവനന്തപുരത്തിൻ്റെ മുക്കിലും മൂലയിൽ ഇലക്ട്രിക് ബസ് കൊണ്ടിറക്കി തരും. അതൊരു നല്ലൊരു ഏർപ്പാടായിരുന്നു. പക്ഷേ അത് വന്നിട്ട് ഗണേഷ് കുമാർ ആന്റണി രാജുവിനെ തെറി പറഞ്ഞുകൊണ്ട് നിർത്തലാക്കി. ആന്റണി രാജു ഒരു പുള്ളിക്കാരൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്, കാര്യങ്ങളൊക്കെ പച്ചക്കങ്ങ് പറയും. തെറി പറഞ്ഞുകൊണ്ട് നിർത്തലാക്കി. ആന്റണി രാജുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ സർക്കാർ പിണറായി ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ? എന്താ ഇതിനൊരു അവസാനം ഉണ്ടാവാത്ത? കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല, പിണറായി ഒരു സേഫ് ഹാൻഡ് ഗണേശന് കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ CPM ഗണേഷ് കുമാറിനെ തെറി പറയുന്നുണ്ടല്ലോ. അത് CPM അല്ല പറയുന്നത്, ഗോവിന്ദൻ യൂണിയനാണ്. യൂണിയൻ സ്വാഭാവികമായി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അവരിതിനകത്ത് അത്ഭുതകരമായ തരത്തിലാണ് പണം പിടുങ്ങുന്നത്. ഓരോ തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ ഒരു ഓഹരി ഈ ട്രേഡ് യൂണിയനുകൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ട്രേഡ് യൂണിയനുകൾ ആൾക്കാർ വമ്പൻ പണക്കാരാണ്, എളമരം കരീം അടക്കം. അപ്പോൾ ഈ പണം ഇങ്ങനെയൊരു യൂണിയൻ സംവിധാനത്തിൽ ഇത് വരുമ്പോൾ തൊഴിലാളികൾ ആത്യന്തികമായി കഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, തൊഴിലാളികളെ ഇനി എടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ഭയങ്കരമായ അനീതിയാണ് നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിൽ അതൊക്കെ അഴിമതി അതൊക്കെ ഗണേഷ് കുമാർ കണ്ടെത്തിയിട്ട് അതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തി വരികയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗണേശനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ടെങ്കിലും സരിതയുടെ വിഷയത്തിലായാലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഗണേശനെതിരായി വലിയ ആരോപണങ്ങളുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോൾ കുറച്ചൊക്കെ സത്യസന്ധമായി ഇതിനെ നന്നാക്കി കൊണ്ടുപോകാൻ ഗണേശൻ ശ്രമിച്ചു. പുതിയ റൂട്ടുകൾ അനുവദിച്ചു എന്ന കാര്യത്തിലൊക്കെ ആളുകൾക്കൊരു മതിപ്പുണ്ട്. ആന്റണി രാജു അപ്പോൾ വെറും പാഴായിരുന്നല്ല, അങ്ങനൊരു ശാസ്ത്രീയമായ ഒരു വീക്ഷണമോ ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ളൊരു മാസ്റ്റർ പ്ലാനോ ഉണ്ടായിരുന്നില്ല. കാരണം ഈ നഷ്ടത്തിലോടുന്ന ചില റൂട്ടുകളുണ്ട്. ചിലരുടെ വീട്ടിൻ്റെ വാതിക്കൽ കൂടി പോകാൻ വേണ്ടി അനുവദിച്ച റൂട്ടുകൾ, അതിനകത്ത് ആളുകളില്ല, അപ്പോൾ ടിക്കറ്റ് ചാർജ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള റൂട്ടുകൾ ഗണേശൻ വന്നപ്പോൾ നിർത്തലാക്കി. ലാഭകരമായി നടത്തുന്ന റൂട്ടുകൾ മാത്രം നടത്തിയാൽ മതി എന്ന മട്ടിൽ ഗണേശൻ കാര്യങ്ങൾ വിശദീകരിക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തപ്പോൾ ആന്റണി രാജുവിൻ്റെ എല്ലാ ഭരണപരിഷ്കാരങ്ങളും വെള്ളത്തിലായി. അപ്പം ഗണേശൻ ഇതിനകത്ത് പുതിയ പുതിയ മുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. പിന്നെ എന്തൊരു കൊള്ളയാണെന്നറിയാമോ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ. ആ പർച്ചേസ് ചെയ്ത് പഴയ സാധനങ്ങൾ തന്നെ വെച്ചിട്ട് പുതിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് ബില്ലുണ്ടാക്കി അത് എടുക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ജോലി ചെയ്യുന്നില്ല, ജോലി ചെയ്യാതെ ചുമ്മാ വന്ന് വിശ്രമിക്കുകയും പിന്നെ ചിലരെ മാറ്റി നിർത്തുന്നുണ്ട്. അതിപ്പോൾ KSRTC മാത്രമല്ല, KSEBയിലും അതൊക്കെ തന്നെ നടത്തുന്നത്. എല്ലായിടത്തും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അനാവശ്യ ശമ്പളം കൊടുത്ത് ആൾക്കാരെ എടുത്തു വയ്ക്കുക. ഒരു പണി രണ്ട് പണി ചെയ്യേണ്ട ഒരാൾക്ക് 2 പണി ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി 2 ആളെ എടുക്കുക, സർക്കാരിൻ്റെ സിൽപ്പന്തികൾ എടുക്കുക. ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഈ ആന്റണി രാജുവിൻ്റെ ഈ ജട്ടി കേസ് വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ തന്നെ വിചാരണ നേടുന്ന ഒരു മഹാൻ കൂടെ ഉണ്ട് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ. അത് ജട്ടി കേസൊന്നുമല്ല, നിയമസഭയിൽ തുണിപൊക്കി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വിചാരണ നേരിടുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ 2ആയി. ശിവൻകുട്ടിക്കെതിരെ എന്തായിരുന്നാലും ഒന്നും സർക്കാർ പറയാൻ സാധ്യതയില്ല എന്ന് സാറിന് തോന്നുന്നില്ലേ? പക്ഷേ ആന്റണി രാജുവിനെതിരെ പറയുന്നുണ്ട്. ശിവൻകുട്ടിക്കെതിരായിട്ട് പറയത്തില്ല, കാരണം ആന്റണി രാജു മാർക്സിസ്റ്റ് അല്ല, അതെ, വേറൊരു പാർട്ടിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ രക്ഷിച്ച് നിർത്തേണ്ട കാര്യമില്ല. ഇനിയൊരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ എടുക്കത്തില്ല. പക്ഷേ ശിവൻകുട്ടി അങ്ങനെയല്ല, ഗോവിന്ദപിള്ളയുടെ മരുമകനാണ്, പാർവതിയുടെ ഭർത്താവാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ശിവൻകുട്ടി വിദ്യാഭ്യാസ നയത്തിലൊക്കെ വൈകല്യങ്ങൾ ഒരുപാടുണ്ട്. യുവജനോത്സവം കലാപോത്സവമാക്കി, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. പിന്നെ അറിയാത്ത പിള്ളേർക്കാണ്
ഇദ്ദേഹം പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ഒരു വിദ്യാഭ്യാസം നന്നാകുന്നത്? വിദ്യാഭ്യാസത്തെ നന്നാക്കണമെങ്കിൽ അതിനാവശ്യമായ ഒരിത് വേണം. പിന്നെ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണ് എന്ന് കരുതിയിട്ടാണ് ഈ ജൗളി പൊക്കി കാണിച്ചത്. ഈ ജൗളി പൊക്കി കാണിക്കുക മാത്രമല്ല, ജൗളി പൊക്കി കാണിച്ച ഉടനെ തന്നെ പുള്ളി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അങ്ങയുടെ ഒരു ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഈ ജൗളി പൊക്കി കാണിക്കുന്ന ഒരാൾ ബോധം കെട്ട് വീഴേണ്ട കാര്യമില്ല. അതെ. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ടല്ലോ, ഞാനിത് ആരും ചോദിച്ചിട്ടില്ല, സാറിനോട് അതിന് ചോദിക്കുക. ഇതെല്ലാം നമ്മൾ കണ്ട സാധനങ്ങളാണ്. ഈ കണ്ട സാധനങ്ങളുടെ വീഡിയോ റെക്കോർഡ് സഹിതം കോടതിയിലുണ്ട്. ഒരു ഉടുപ്പില്ലാതെ അവിടെ ചെന്ന് പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് കാരണം നുണ പറയുന്നതിൽ, കാര്യങ്ങൾ നിഷേധിക്കുന്നതിൽ ഏറ്റവും വലിയ സൂത്രധാരന്മാർ മാർക്സിസ്റ്റുകാരാണ്. ഇന്ന് മാത്രമല്ല, പണ്ട് മുതൽ മാർക്സിസം തന്നെ ഒരു പഴഞ്ചൻ പഞ്ചാംഗമാണല്ലോ. കാരണം അവർ തുടങ്ങിയ കാലം തൊട്ട് അപകടങ്ങളുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്നു, അത് രണ്ടായി. ആ രണ്ടായപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആർ സൂദൻ പൊട്ടിക്കരയുകയുണ്ടായി. പൊട്ടിക്കരഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഇവിടെ ചുടുകാട്ടിൽ പോയിട്ട് രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് മാപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞു, രക്തസാക്ഷികളായി വന്നവർക്ക്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നിൽക്കുന്നത്. പിണറായി എന്ന് പറയുന്ന ഏകാധിപതി സ്റ്റാലിനെ പോലെ ജർമ്മനിയിലുണ്ടായിരുന്ന പാവ മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുന്നു. പിണറായി എല്ലാം അടക്കി ഭരിച്ചിരിക്കുകയാണ്. പിണറായി പണി അറിയുന്നില്ല. പുള്ളിയൊക്കെ സാറൊന്നും ഉണ്ടായില്ല. പുള്ളിയൊക്കെ ഈസി ആയിട്ട് പറ്റിക്കുന്നുണ്ട് ആൾക്കാർ. അല്ലെങ്കിൽ തന്നെ പുള്ളിയുടെ ഓഫീസ് വഴി സ്വർണ്ണക്കടത്തൊക്കെ നടക്കും. അത് മാത്രമല്ല, എത്ര ഉപദേശകന്മാരാണ്. അതെ, പിണറായി ഒരു നല്ല ഒരു കുതന്ത്രം ഉള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരിക്കലും പുള്ളിക്കാരൻ ഇത്ര ആരോപണങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല. അന്തസ്സായിട്ട് ഭരിച്ചു പോയത്. ഒരു നയകുശലത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൂടപ്പിറപ്പായിട്ടുണ്ട്, ജന്മസിദ്ധമായിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭാവികമായി ലളിതമായി ചായയും പരിപ്പോടെയും മാത്രം തിന്നുകൊണ്ട് ഇരിക്കേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ 40 കാറുകളുടെ അകമ്പടിയോട് കൂടിയാണ് സഞ്ചരിക്കുന്നത്. നവകേരള സദസ്സിന് കഴിച്ച ഭക്ഷണങ്ങളുടെ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പായസം ഇല്ല, അണ്ടിപ്പരിപ്പിന്റെ പായസം. പിന്നെ അതിന്റെ ധൂർത്ത്, കയ്യിലിരിക്കുന്നത് ഐഫോണാണ്. പിന്നെ അതിനുവേണ്ടി പിരിച്ച പണം, ഇതിനൊന്നും കണക്കില്ല. അതുപോലെ തന്നെ ധൂർത്ത്, വീട്ടിൽ ലിഫ്റ്റ്, പശുത്തൊഴുത്ത്, നീന്തൽക്കുളം എന്ന് വേണ്ട ഇപ്പം മരപ്പെട്ടി വരെ അവിടെ കിടന്ന് കുളിക്കുകയാണ്. ഇതുപോലെയാണ് ഭരണം കൊണ്ടുപോകുന്നത്. പിന്നെ പിണറായിയുടെ കാലത്ത് സംഭവിച്ചത് മുഴുക്ക പരിശോധിച്ചോളൂ. എന്തൊക്കെ അക്രമങ്ങളാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീക്ക് ഗുരുതരമായ ശസ്ത്രക്രിയ നടത്തി ICU കിടന്നപ്പോൾ ഒരുത്തൻ പോയി ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, അവനെ രക്ഷിക്കാൻ മാർക്സിസ്റ്റ് യൂണിയനിൽപ്പെട്ടവർ ഒരുമിച്ച് വരികയും പിന്നെ ഇവർക്കെതിരായിട്ടൊരു മൊഴി കൊടുത്തതിൻ്റെ പേരിൽ സീനിയർ നഴ്സിംഗ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ കോടതി ഇടപെട്ടിട്ടാണ് ഈ അനിതയെ തിരിച്ചെടുക്കാൻ. തിരിച്ചെടുക്കാൻ തയ്യാറായില്ലേ? ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും പിന്നെ തിരിച്ചെടുക്കാൻ തയ്യാറായത്. അല്ല, കോടതി നമ്മൾ സർക്കാർ കേൾക്കില്ല, സാറിനൊന്നും വിചാരിക്കില്ല. അതൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരിച്ചെടുക്കുന്നുള്ള രീതിയാണ് നമ്മൾ. കോടതിയൊക്കെ പറയാം, അങ്ങനെ പലതും കോടതി പറയും. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ സർക്കാരിന്. അപ്പം നമ്മൾ കമ്മിങ് ബാക്ക് ടു ആന്റണി രാജു സാർ എന്താ തോന്നുന്നു, ഒരു പാവ മനുഷ്യനാണോ? ആന്റണി രാജു പെട്ടുപോയതാണോ? പെട്ടുപോയതാണ്. പിന്നെ ഒരു മണ്ടനുമാണ്. ഒരു വക്കീല് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പഴയ അളവിലുള്ള ഒരു ഷെഡ് വെച്ചാലും മതിയായിരുന്നു. അത് ശരി, അതാണ് ഞാൻ ആലോചിക്കുന്നത്. വക്കീലാണ് കേസ് ഏൽപ്പിച്ച ആൾക്കാരുടെ ഗതി എന്താണെന്ന് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതെടുത്ത് മാറ്റുമ്പോൾ, ആ ഒരു ഷഡ്ഡി എടുത്ത് മാറ്റുമ്പോൾ പുള്ളി തിരിച്ചു വയ്ക്കുന്ന ഷഡ്ഡി അതേ അളവിലുള്ള ഒരു ഷഡ്ഡി എങ്കിലും വയ്ക്കാനുള്ള ഒരു സ്ട്രാറ്റജി പുള്ളി കാണിക്കണം. ഇവർ കാണിച്ച സ്ട്രാറ്റജി അങ്ങനല്ല. ഇത് വക്കീലാണല്ലോ, നിയമമാണല്ലോ. അപ്പോൾ ചെറിയ ഷെഡിക്കകത്ത് എങ്ങനെയാണ് ഈ ചരസ് വെച്ചുകൊണ്ട് ഈ ആസ്ട്രേലിയക്കാരൻ വരുന്നത് എന്ന് തെളിയിക്കാൻ, ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കൗശലമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഓസ്ട്രേലിയക്കാരന് ചെറിയ ഷഡ്ഡി ഇടാൻ പറ്റില്ല എന്ന് പുള്ളി ആലോചിക്കണം. അതെ, അങ്ങനെ ആലോചിച്ചില്ല പുള്ളി. ഇല്ല, പുള്ളി അതെടുത്ത് വെക്കുമ്പോൾ കോടതി ചോദിക്കില്ലേ ഇതെന്ത് വാങ്ങാത്തൊലിയാണ്, ഈ ഷഡ്ഡി അയക്ക് ഇടാൻ പറ്റില്ല. എന്തായാലും അയാൾ ഇട്ട ഷഡ്ഡിക്കകത്താണ് ഇത് വെച്ചിരിക്കുന്നതാണല്ലോ പറയുന്നത്. അതുപോലും പുള്ളി ആലോചിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ പുള്ളി എങ്ങനെ വക്കീലായി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു ഈ കേസിൽ
ഇത്രയും പ്രമാദമായി പോവാൻ കാരണം ഈ ആസ്ട്രേലിയക്കാരൻ കൊണ്ടുവന്ന ചരസ് അയാൾക്ക് ഉപയോഗിക്കാനാണോ വിൽക്കാനാണോ എന്നും അറിയത്തില്ല. എന്നാലും ഈ ചരസ് കടത്താൻ വേണ്ടി ഉപയോഗിച്ചത് ഷെഡിക്കകത്താണ് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് കുഴപ്പമായത്. അപ്പോൾ എവിടെ ഷെഡി, ഏതാണ് ഷെഡി ഉണ്ടായിരിക്കുന്നോ എന്നൊക്കെ ഒരു ഫോറൻസിക് അവലോകനത്തിൽ പരീക്ഷണത്തിൽ വരുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് കരുതിയത്. ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഗിമിക്സ് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പുള്ളി പൊടിയും തട്ടി പോവുകയും ചെയ്തു. ഈ ആന്റണി രാജുവിന്റെ മേലിൽ കാലാകാലങ്ങളോളം ഈ കേസ് ഇങ്ങനെ ഒരു സീനിയർ വക്കീൽ പറഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്തത്. ആ സീനിയർ വക്കീൽ ഇപ്പോൾ രംഗത്തേ ഇല്ല, ഉണ്ടോ ചത്തോ എന്ന് പോലും അറിയത്തില്ല. ഏതായാലും ആന്റണി രാജു വലിയ കുരുക്കിലാണ്. ഈ കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുമ്പോഴും പിണറായി സഖാവ് വീണ്ടും കുരുക്കിലായിട്ട് ഊരാക്കുടുക്കിലാകുകയാണ്. അപ്പോൾ ആന്റണി രാജുവിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന സർവ്വകാര്യങ്ങളെയും മാറ്റിമറിച്ചിട്ടാണ് ഗണേശൻ പോകുന്നത്. പിന്നെ ഇദ്ദേഹം ചെയ്തത് അവിടെ തീരദേശത്തുണ്ടായ ചില സമരങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി കുറച്ച് അനുരഞ്ജനങ്ങൾ ഉണ്ടാക്കി എന്നതാണ് അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടം. ആ നേട്ടങ്ങൾ ഒഴിച്ചാൽ ആന്റണി രാജു ഒരു പ്രഗത്ഭനായ മന്ത്രിയോ പ്രഗത്ഭനായ ഭരണകർത്താവോ പ്രഗത്ഭനായ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോ ആയിരുന്നില്ല.